സാധനപ്പാ താനെന്താ പണ്ട് മരുന്നടിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞില്ല സൈക്കിളും തിന്നണം രാധേട്ടൻ. നിനക്ക് വല്ല പ്രാന്തന്നെ ചെയ്യണേ. എന്റെ അടുത്ത് 10ാമത്തെ പ്രാവശ്യം ആള് ചോദിക്കണേ. നീ ഇപ്പൊ 10ാമത്തെ ആളെ അടുത്ത് ചോദിക്കണേ കേസ്. ആള് കണ്ടു എന്ന് കറക്റ്റ് പറഞ്ഞു. ആളങ്ങനെ വെറുതെ പറയുന്ന ആളൊന്നല്ല. എന്റെ ഞാൻ നീ ചാനൽ തുടങ്ങി നീ അറിഞ്ഞ ഞാൻ ചാനൽ തുടങ്ങി നീ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചാനൽ കാണണല്ലോ. അപ്പൊ ആ ചാനലിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് വീട്ടിലത്തെ നമ്മുടെ ഹോം മെയ്ഡ് കല്ലുണ്ടാക്കാൻ പോയത്. അതൊന്നല്ല, ഒഴിച്ചടിക്കണ കണ്ടു എന്നാണ് രാധേട്ടൻ. ഒഴിച്ചടിക്കണത് കണ്ടിട്ടില്ല, ഒഴിച്ചത് കണ്ടിട്ടില്ല, ഒഴിച്ചടിക്കണത് കണ്ടില്ല. കാരണം വെച്ചാൽ കുപ്പിയിലേക്ക് പകർത്തുമ്പോൾ ഈ ഗഡി കൊടുന്ന് പോണേ. അപ്പൊ നമുക്ക് കാണാണ്ടിരിക്കും. കുരുത്തി വരാൻ പോയപ്പോ താൻ അവിടെ കുപ്പിയിൽ ഒഴിച്ചടിക്കണ കണ്ടു ആളെ എന്നോട് പറഞ്ഞു. കുരുത്തി വരാൻ ഞാൻ ആളെ തൊട്ടപ്പുറം ഞാനും കുരുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആൾക്ക് ഒത്തിരി പരദൂഷണം പറഞ്ഞ കൂടുതൽ തന്നെ. ആളങ്ങനെ വെറുതെ പറയുന്ന ആളൊന്നല്ല. ഇന്നലെ കാര്യം കണ്ടോട്ടാ അറിഞ്ഞോ? തനിക്ക് വരെ പ്രാന്തുണ്ടാ കണ്ടാ രാധേട്ടൻ പറഞ്ഞു. ഇപ്പൊ കറക്റ്റാണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുള്ളത് എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കാൻ. നാട്ടിലെല്ലാവരും അറിഞ്ഞു. തനിക്ക് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് എന്നോട് പറയാൻ പറ്റിയല്ലേ? ഇല്ലടാ, ഞാൻ ഷൂട്ടിങ് വീട്ടിൽ സ്ഥലമില്ലണ്ട. എനിക്ക് ഈ എപ്പിസോഡ് വീട്ടിൽ സ്ഥലമില്ലണ്ട. ഞാൻ നമ്മുടെ നാടിൻ്റെ ഈ കാറ്റ് ഈ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി ചെയ്ത കാട്ടായ. പക്ഷെ അതെനിക്ക് അലമ്പായിട്ട് വന്നത്. താൻ ആ മാവൻ ചോട്ടില് വരുമ്പോ പോയിട്ട് താളേരം കെട്ടിയിറക്കി ഗ്ലാസ്സിൽ ഒഴിച്ചു കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ആൾ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ കുപ്പിയിൽ പകർത്തി. കുപ്പിയിൽ ഞാൻ പറഞ്ഞുതരാം. ആ കുപ്പിയിൽ പകർന്നിട്ട് ഗഡി നൈസായിട്ട് സൈക്കിളിൽ ചവിട്ടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആരും എവിടേക്ക് പോണേ? അപ്പോൾ ശരിയാ. ഈ ആക്കി ഇത്രയ്ക്ക് വലിയ ടൂണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നീ മരച്ചോട്ടില് ഗ്ലാസ്സിൽ ഒഴിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് സാധനം ഉണ്ടാവും. നീ വേണം ഒരു കാര്യം ചെയ്യുന്നത്. സിജോനാണ് എന്നെ കൂട്ടിണ്ടാകുന്നത്. നീ സിജോനെ വിളിച്ച് നോക്കി. എന്നിട്ടുണ്ടാ സംഭവം ഉണ്ടായി ചോദിക്കും. അവൻ അവിടെ ഉണ്ടാകുന്നല്ലോ. ഞാനോണ പറഞ്ഞാലേ ഇപ്പൊ നീ ഞാനും സംസാരിച്ചപ്പോഴല്ലേ നീ ഒന്ന് വിളിച്ചു നോക്കാം അവനെ. ഇല്ല, അത് ഞാൻ അവനോട് ചോദിച്ചോളാം. എന്തായാലും അറിയുന്ന എന്നോട് പറയാണ്ടിരിക്കലോടെ സാധനപ്പാ. ഞാൻ നിനക്ക് അങ്ങനെ ശരി നിനക്ക് തരില്ലടാ സിജോനാ. നീ എന്താ അങ്ങനെ പറഞ്ഞ സിമോൻ എന്തായി മീൻ പിടുത്താമോ? അമ്മ ആ പെടയണ്ടല്ലോ മോനെ. കിട്ടണല്ലോ പിടിക്കും. നമ്മളറിഞ്ഞോട്ടാ. നീ എന്തിട്ട് അറിഞ്ഞ കാര്യങ്ങൾ നമ്മളറിഞ്ഞു. സിയോൺ ശരിയാവില്ല. അത് റോങ് അടിക്കണ. അല്ലടോ, താൻ ഈ കുപ്പിയില് ഫെർമെന്റ് ചെയ്യാൻ വെച്ചു എന്നൊക്കെ ഉള്ള ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ. ഫെർമെന്റ് ചെയ്യാൻ വെക്കില്ല. അപ്പൊ നമ്മുടെ വീട്ടില് എന്റെ വീട്ടില് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ ഈസ്റ്ററിന് എന്റെ അമ്മ കള്ളപ്പ ഉണ്ടാക്കാനായിട്ട് ഈ സാധനം ചെയ്യണതാ. അപ്പൊ എല്ലാവരും നിന്റെ വീട്ടിൽ പോയാലും നിന്റെ അമ്മയ്ക്ക് അറിയാം. നിന്റെ അമ്മയ്ക്ക് ഈ നാളികേരം ഉള്ളതുകൊണ്ട് കള്ളുണ്ടാക്കണ എല്ലാവർക്കും അറിയണം. ഇതിപ്പോ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ചെറിയ കള്ളിന്റെ ടേസ്റ്റ് കയറി വരും. അപ്പൊ നമ്മളിപ്പോ ഇതില് ആൽക്കഹോൾ നിറച്ച് വെച്ച് അടിച്ച് പിമ്പിരിയായിട്ട് റോഡിൽ കിടക്കുന്ന കേസൊന്നുമല്ല. സമാധാനമായിട്ട് നമുക്ക് കള്ളപ്പത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് വേണമെങ്കിൽ കള്ള് പോലെ നല്ല ടേസ്റ്റ് ആടാ. അത് പറയായിട്ടുള്ള സാധനം കണ്ടാ മതി. സാധനം ടേസ്റ്റ് ചെയ്തിട്ടേ മതി. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നോക്കാം. അതൊക്കെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോവാ. വേറെ ഒന്നല്ല, നമ്മൾ ഹോം മെയ്ഡ് കള്ളുണ്ടാക്കാൻ പോവാ. നമ്മൾ 3 നാളികേരം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മൂപ്പായിട്ടുണ്ട്. 3 നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഹോം മെയ്ഡ് കള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി വെക്കണ്ട ബെസ്റ്റ് സാധനം. എൻ്റെ വീട്ടിലുണ്ടാക്കാറുണ്ട് അമ്മ. ഈ ഈസ്റ്ററിനൊക്കെ നമ്മൾ ഈ വെട്ടപ്പൊക്കെ ഉണ്ടാക്കില്ലേ, വെട്ടപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ അമ്മ തലേദിവസം 3-4 നാളികേരം നാളികേരം പൊളിച്ചിട്ട് ആ വെള്ളത്തോണ്ട് ഈസ്റ്റും പഞ്ചസാരയൊക്കെ കലക്കിയിട്ട് വെക്കാറുണ്ട്. അതാണ് സെറ്റപ്പ്. അപ്പം നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളൊരു നാടൻ കള്ള് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതൊരാരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ട്രാവലിസ്റ്റ. അപ്പോൾ നമുക്ക് നാളികേരത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മാറ്റാം. വെള്ളമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. 1 ലിറ്റർ കല്ലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനുള്ള വെള്ളം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്ന് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 പൊളിച്ചു. അപ്പോൾ 2 പൊളിച്ചത് ഇപ്പോൾ തൽക്കാലം ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കെന്ന് പറഞ്ഞാലേ ഇതിലേക്ക് പഞ്ചസാര ഇടണം, അതേപോലെ ഈസ്റ്റ് ഇടണം, പിന്നെ നമ്മുടെ മസാല കറുവപ്പട്ട അങ്ങനത്തെ ഐറ്റംസ് ഇല്ല അതൊക്കെ ഇടണം. വേണമെങ്കിൽ ഇതിൽ നമുക്ക് പഞ്ചസാരയും എല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ചെയ്യണത് കുപ്പിയിലേക്ക് എല്ലാം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ചസാരയും മസാലയും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല കുലുക്കാം. അപ്പോൾ അത് നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 1 ലിറ്ററിന് 250 ഗ്രാം പഞ്ചസാര ഇടണ്ടേ.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറവ് ഇട്ടാൽ മതി, അധികം ഇടണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ചേർക്കണം, ഈസ്റ്റ് ചേർക്കണം, മസാലകൾ ചേർക്കണം. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കിടക്കാം. നമുക്ക് 250 ഗ്രാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അപ്പന് ഷുഗറുള്ള കാരണം അധികം കയറ്റില്ല, ഞാൻ 200 ഗ്രാം ഒക്കെ ഇടണല്ലോ, അല്ലെങ്കിൽ അപ്പം കൊല്ലു തന്നെ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതിൽ 200 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പന് പഞ്ചസാര ഇഷ്ടമില്ലാത്ത കാരണം അധികം ഇട്ടിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ഇടാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇടണം. അതിൻ്റെ ഒപ്പം തന്നെ ഇത് വേണ്ട മസാലകൾ കറുവപ്പട്ട, ഏലക്ക, അതേപോലെ ഈ സ്റ്റാറുള്ള സാധനം, ഇത് നമുക്ക് 3 കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈസ്റ്റ് നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ മതി, അധികം കയറ്റിട്ടുണ്ട. നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടും നമ്മൾ ഈ കുപ്പിയിൽ ആവാഹിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇത് നല്ല കുലുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുലിക്കേണ്ടിട്ടാ. കുലുക്കിയിട്ട് നേരെ ഒരു കോട്ടൺ തുണി ഉണ്ടാ, കോട്ടൺ തുണി എടുത്ത് നമ്മൾ പതുക്കെ ഇതിനെ മറക്കണം കേട്ടോ. ഇതിനെ പതുക്കെ നമ്മളൊരു കെട്ട് കൊടുക്കണം കേട്ടോ. ഇത് കാർക്കിട്ട് മൂടിയിരിക്കും കേട്ടോ. കാർക്കിട്ട് മൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിൽ ഈ ഈസ്റ്റൊക്കെ ഇട്ട കാരണം ഫെർമെൻറ്റേഷൻ നടക്കില്ല. പതുക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. സെറ്റ് കണ്ടോ. ഇനി ഇതിനെ നമ്മൾ 2 ദിവസം 48 മണിക്കൂർ വീട്ടിൽ നല്ല റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കള്ള് നല്ല സ്വയംഭനായിട്ട് 3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ മിനി അതൊക്കെ ഷൂട്ടൊക്കെ ഉള്ള കാരണം നമ്മൾ തുറന്ന് നോക്കാനായിട്ട് വൈകി. അപ്പോൾ 3 ദിവസം കൂടുമ്പോൾ നല്ല വീര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഊറ്റിയെടുക്കണം. നമ്മളിതിൽ ഇത് വേണ്ട ചെറുതായിട്ട് നമ്മുടെ മസാലകളും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി ഒരു വേറെ പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ. ഇതിപ്പോൾ അരമണിക്കൂറൊന്നും ഇരിക്കില്ല എന്ന് തോന്നണം കണ്ടിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ പുറത്തേക്ക് വരണണ്ട. അപ്പോൾ നമ്മൾ അരമണിക്കൂർ വെച്ചോളൂ. അരമണിക്കൂർ തണുപ്പിക്കാൻ വെച്ചു സാധനം. ഈ കഷ്ണങ്ങളൊന്നും നമുക്ക് ഈ കുപ്പിയിലെ ഗ്യാപ്പ് ഇവിടെ വന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് തണുപ്പിക്കാൻ വെച്ചു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കള്ളടിക്കാം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഗഡി പാൻ വാ, അവനൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടേ. അപ്പോൾ നമുക്ക് അവനെ കൊണ്ട് കുടിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ഒഴിക്കാട്ടാ. അപ്പോൾ നമുക്കിത് പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓ നല്ല കുത്താ. പൊളി സാധനം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് നോക്കണം. മസാല ശരിക്കും അടിക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട, സൂപ്പർ സാധനം. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോട്ടാ. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കള്ളുകുടീനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭവമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ഒരു കള്ളാണ്. നാളികേര വെള്ളത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കള്ള് ഷാപ്പിൽ വരി നിന്നിട്ടും അല്ലെങ്കിൽ ആ സംഭവത്തിൽ നമുക്ക് വരി നിൽക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്താത്ത ഒരു കള്ള് കുടിച്ചിട്ട് അടിച്ച് ഫിറ്റാക്കി എടുക്കാമെന്നല്ല പറഞ്ഞത്. കള്ള് കുടിക്കാം. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ. നമ്മളെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ലോ. നമ്മൾ വെറുതെ കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റിൻ്റെ കമൻറ്റ്സ് എനിക്ക് അയച്ചെന്നോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും. നല്ല രീതിയിൽ നമ്മൾ കമൻറ്റ്സ് അല്ലെങ്കിൽ എന്നെ വിളിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടോളൂ. ട്രാവലിസ്റ്റ്.